പ്രാർത്ഥനക്കാരനായ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിരുന്ന, ദൈവസന്നിധിയിൽ കാത്തിരുന്ന, ഒരിക്കലും പിറുപിറുക്കാത്ത, ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച, ദൈവത്തോട് ഒരിക്കലും പ്രീസനോട് കോപിക്കാതെ, ഒരിക്കലും പിറുപിറുക്കാതെ, ദൈവം ചെയ്തതെല്ലാം നല്ലതെന്ന് വിശ്വസിച്ച് ദൈവസന്നിധിയിൽ കാത്തിരുന്ന യോസേഫിന്റെ തലമുറ പിൽക്കാലത്ത് പ്രീസനോട് വലിയ പിറുപിറുപ്പുകാരായി മാറി. സ്തോത്രം. നമ്മൾ അതാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിപ്പാണ്ട കൊണം ആഗ്രഹിക്കുന്നത്. നമ്മൾ വായിച്ച യോശുവയുടെ പുസ്തകം 17-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അനന്തരം യോസേഫിന്റെ മക്കൾ യോശുവയോട്, യഹോവ ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ചു, ഞങ്ങളൊരു വലിയ ജനമായി തീർന്നിരിക്കെ നീ ഞങ്ങൾക്ക് ഒരു നറുക്കും ഓഹരി മാത്രം തന്നത് എന്ത് എന്ന് ചോദിച്ചു. പ്രൈസ് ലോർഡ്. ഞങ്ങൾ വലിയ ജനമാണ്, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് എന്താണ്? കുറഞ്ഞുപോയി. ഞങ്ങൾക്ക് തികഞ്ഞില്ല, ഞങ്ങൾക്ക് കുറഞ്ഞുപോയി എന്ന് ആരോട് കംപ്ലൈന്റ് പറയുക? പ്രൈസ് ലോർഡ്. ആരുടെ മക്കളാ? യോസേഫിന്റെ മക്കൾ ദൈവത്തോട് കംപ്ലൈന്റ് പറയുക, ഞങ്ങൾക്ക് കിട്ടിയത് തികഞ്ഞില്ലെന്ന്. മനസ്സിലായോ? ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും യോസേഫ് കംപ്ലൈന്റ് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? യോസേഫ് ഒരിടത്ത് പോലും കംപ്ലൈന്റ് പറഞ്ഞില്ല. പ്രൈസ് ലോർഡ്. വീട്ടിലെ യാക്കോബിന്റെ 11-ാമത്തെ പുത്രൻ, പ്രൈസ് ലോർഡ്, സ്തോത്രം, വീട്ടില് താലോലിച്ചു വളർന്ന മകൻ, പ്രൈസ് ലോർഡ്, അവന് പ്രത്യേകമായ കുപ്പായം അപ്പൻ തയ്പ്പിച്ചു കൊടുത്തു. അവന്റെ ബാല്യം മുതലേ അവൻ സ്വപ്നം കാണുന്നവനായിരുന്നു. പ്രൈസ് ലോർഡ്. അവൻ വീട്ടില് നന്നായിട്ട് വളർന്നു. സ്തോത്രം. അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നിയിട്ട് അവനെ ഒരു പൊട്ടക്കിണറ്റിലിട്ടു. കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോളണം. അവനെ ഒരു പൊട്ടക്കിണറ്റിലിട്ടു. അവിടെ നിന്ന് പ്രൈസ് ലോർഡ് മിദ്യാന്യ കച്ചവടക്കാർക്ക് അവനെ മറിച്ചു വിറ്റു. പ്രൈസ് ലോർഡ്. അവിടെ നിന്ന് പോത്തിഫോറിന്റെ വീട്ടിൽ അവൻ ചെയ്യാത്ത കുറ്റത്തിന് അവനെ പിടിച്ച് തുറങ്കൽ അടച്ചു. അവിടെ കിടക്കിയ വർഷങ്ങളോളം. പ്രൈസ് ലോർഡ്. അവനെ പൊട്ടക്കിണറ്റിൽ ഇടുമ്പോഴും എന്തിനാ ദൈവമേ എന്ന് അവൻ ചോദിച്ചില്ല. അവനെ മിസ്ത്രിയാന്റെ കച്ചവടക്കാർക്ക് അവനെ പ്രൈസ് ലോർഡ് മറിച്ചു വിൽക്കുമ്പോഴും അവൻ എന്നെ എന്തിനാ ഒരു ദാസനായി അടിമയായി വിൽക്കുന്നതെന്ന് അവൻ ചോദിച്ചില്ല. പ്രൈസ് ലോർഡ്. മിസ്രൈമിലെ കുണ്ടറയിൽ കിടക്കുമ്പോഴും അവൻ ആ ചോദ്യം ചോദിച്ചില്ല. എന്നാൽ അതൊക്കെ സമയത്ത് യോസേഫ് ദൈവത്തിന്റെ വിടുതലിനായി പ്രവർത്തിക്കായി കാത്തിരുന്നു. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പ്രൈസ് ലോർഡ്. പിറുപിറുത്ത് കൊണ്ടാണോ ഇരുന്നേ? ഇല്ല. എന്നാ യോസേഫിന്റെ തലമുറയോ അവർക്ക് കിട്ടിയത് കുറഞ്ഞുപോയെന്ന് പറഞ്ഞിട്ട് ഇവര് വല്ലതും സമ്പാദിച്ചു കൊണ്ടുവന്നതാണോ? ഇവരെ വല്യപ്പച്ചൻ പ്രാർത്ഥിച്ച് കിട്ടിയതാ. പ്രൈസ് ലോർഡ്. വല്യപ്പച്ചക്ക് മുട്ടുമേലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടെ പിൻതലമുറയ്ക്ക് നന്മ കിട്ടി. ഇന്നിപ്പോ പെന്തക്കോസ്തിനകത്ത് ഇതൊക്കെ തന്നെ. വല്യപ്പച്ചക്ക് ഭയങ്കര പ്രാർത്ഥനക്കാരനായിരുന്നു. ഇടയ്ക്ക് എനിക്കറിയുന്ന ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ പ്രൈസിനോട് ഞങ്ങളുടെ അപ്പനും അമ്മയൊക്കെ ചൂട്ടും കെട്ടിക്കൊണ്ടാണ് ഞങ്ങൾ ഈ കൺവെൻഷനൊക്കെ യോഗം കൂടാനൊക്കെ പോകുന്നത്. പ്രൈസിനോട് ചൂട്ടും കെട്ടി പ്രൈസിനോട് വല്യപ്പച്ചൻ വല്യമ്മച്ചൊക്കെ അപ്പനും അമ്മയൊക്കെ മക്കളുടെ കയ്യും പിടിച്ച് പ്രൈസിനോട് കൂട്ടായ്മ കൂടാൻ പോയി കൺവെൻഷൻ കേട്ടിരുന്ന, വചനം കേട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് കുത്തി അടച്ച ചൂട്ട പിന്നെ കത്തിച്ചിട്ടില്ല. തലമുറയുടെ കയ്യിൽ നിന്ന് ചൂട്ടുമില്ല, തീയുമില്ല. ആ തീ അണഞ്ഞുപോയി. പ്രൈസ് ലോർഡ്. അവർ മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ നന്മയാ ഈ തലമുറ ഇന്നിരുന്ന് തിന്നുന്നേ. എന്റെ ചോദ്യം, പ്രൈസ് ലോർഡ്, നിന്റെ തലയിൽ അഭിഷേകമില്ലാതെ, നിന്റെ ശരീരത്തിൽ പ്രൈസ് ലോർഡ് എണ്ണയില്ലാതെ, ആ തീയുടെ അനുഭവം നിനക്കില്ലാതെ നീ ഇന്ന് കിട്ടിയ നന്മ അനുഭവിച്ച് പ്രൈസ് ലോർഡ് ഉള്ളതിന് കംപ്ലൈന്റും പറഞ്ഞ് മറ്റുള്ളതിനെ നോക്കി പിറുപിറുത്തിരുന്നാൽ നിന്റെ തലമുറയുടെ ഗതി എന്താകും? സ്തോത്രം. നമ്മൾ പലപ്പോഴും ദൈവമക്കളാണേല് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഷ്ടപ്പാടൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല. കഷ്ടപ്പാട് പറഞ്ഞു കൊടുക്കത്തില്ല. ദൈവം തന്ന നന്മയാണെന്ന് പറയത്തില്ല. നമുക്കില്ലാതിരുന്നു, കർത്താവ് നമുക്ക് ഇല്ലായ്മയുടെ നടുവിൽ തന്നതാണെന്ന് പറയത്തില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ എന്താ വിചാരിക്കുന്നത് അറിയാമോ? ഇപ്പം ഈ കുഞ്ഞുങ്ങൾക്ക്, ഇന്നത്തെ തലമുറയ്ക്ക് അറിയത്തില്ല. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയത്തില്ല എന്തുവാ ഇത് ദൈവത്തിൽ നിന്ന് വരുന്നതാണെന്ന് അറിയത്തില്ല. പകരം എന്തോ വിചാരിക്കുന്നേ? വീട്ടിലുണ്ടോ തിന്നുന്നു. പ്രൈസ് ലോർഡ്. അടുത്ത തലമുറ ഇവരെങ്ങനെ പഠിപ്പിക്കാൻ പോകുന്നത്? നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവം കേൾക്കൊന്ന് പറയാൻ പറ്റുമോ? പ്രാർത്ഥിച്ച് മേടിച്ചിട്ടുണ്ടോ? സ്തോത്രം. ദൈവത്തോട് നിങ്ങൾ വിശ്വസ്തയോടെ നടന്നാൽ
കഴിഞ്ഞാൽ പ്രൈസിലോട് നിന്റെയും നിന്റെ തലമുറയും ദൈവം മാനിക്കുമെന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കണം. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത്, നിങ്ങൾ ഇന്ന് ആഹാരം കഴിക്കുന്നത്, നിങ്ങൾ ഇരിക്കുന്ന വാഹനം, നിങ്ങൾ താമസിക്കുന്ന വീട്, നിങ്ങൾ അനുഭവിക്കുന്ന നന്മ, നിങ്ങൾ കഴിക്കുന്ന ആഹാരം, ഇതൊന്നും എന്റെ സമ്പാദ്യമല്ല, എന്റെ ഉയരത്തിലെ അപ്പൻ എനിക്ക് തന്നതാ. കാരണം എന്റെ പിതാക്കന്മാര് പ്രാർത്ഥിച്ചത് കൊണ്ട്, എന്റെ അപ്പനും അമ്മയും പ്രാർത്ഥിച്ചത് കൊണ്ട്, അവരോടുകൂടെ ഇരുന്ന് ഞാനും പ്രാർത്ഥിച്ചത് കൊണ്ട് കുഞ്ഞെ നീ ഇന്ന് നന്മ അനുഭവിക്കുക. യോസഫ് വലിയ പ്രാർത്ഥനക്കാരനൊക്കെയാ. യോസഫിന്റെ മക്കൾ വന്നപ്പോൾ പിറുപിറുക്കുക, എനിക്ക് തികഞ്ഞില്ല, എനിക്ക് കിട്ടിയത് തികഞ്ഞില്ല. ഇറ്റ്സ് നോട്ട് ഇനഫ് ഫോർ മീ. നീ അധ്വാനിച്ചു കൊണ്ടുവന്നാണോ? എന്റെ കൊച്ചെ, നിന്റെ വല്യപ്പച്ചൻ കുറ്റം പറഞ്ഞില്ലല്ലോ, പിറുപിറുത്തില്ലല്ലോ. 1 രൂപ കുറയുമ്പോൾ 10 രൂപ കുറഞ്ഞിരിക്കുമ്പോ ഒരു നേരത്തെ ആഹാരമില്ലാതിരുന്നപ്പോ അതിനെ ഉപവാസ പ്രാർത്ഥന എന്ന് കൺവെർട്ട് ചെയ്ത് പ്രൈസിനോട് പ്രാർത്ഥിച്ച ഒരു തലമുറയുണ്ടായിരുന്നു. പ്രൈസിനോട് ഇന്ന് ഒരു നേരത്തെ ആഹാരത്തിന് ഒരു കറി ഒന്ന് കുറഞ്ഞാൽ പറയും, ഓ ഇതേ ഉള്ളോ എന്ന് നമ്മൾ ചോദിക്കും. നമ്മുടെ മൂക്കൊക്കെ എങ്ങോട്ടൊക്കെയോ പോകും. സ്തോത്രം. ഒരു നേരത്തെ ആഹാരം പറയുമോ? പിന്നെ ഞാൻ ഒരു നേരത്തെ ആഹാരം ഇല്ലാതിരുന്നപ്പോഴേ പ്രൈസിനോട് അതൊരു ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞ് മുഴങ്കാലും അടക്കി പ്രാർത്ഥിച്ച ഒരു തലമുറ ജീവിച്ചിരുന്നിടത്ത് ഇന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നത്. പ്രൈസിനോട് കിട്ടിയതിനെ കൊണ്ട് ഞാനും നിങ്ങളും ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇന്ന് ആരാധിക്കാൻ തയ്യാറായാൽ അടുത്ത തലമുറയും ദൈവത്തെ അറിയും. നിങ്ങൾ അനുഭവിക്കുന്ന നന്മകളെക്കാളും അധികമായി നിങ്ങളുടെ തലമുറകളെ നന്മ അനുഭവിപ്പാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യോസഫിന്റെ മക്കൾ, പ്രൈസ് ദി ലോർഡ്. ആ പേര് കേൾക്കുമ്പോൾ എനിക്കെന്തോ ഒരു പ്രത്യേക ഒരു സ്വഭാവം. അത് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊന്ന് തോന്നുന്നറിയാം, പരിശുദ്ധാത്മാവ് തന്നതായി എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്ന, അപ്പനെ പറയിപ്പിക്കരുത്. നിന്റെയൊക്കെ ഈ സ്വഭാവം കൊണ്ട് നിന്റെ അപ്പനെ പറയിപ്പിക്കരുത്. മനസ്സിലായില്ലേ? നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ട്, നമ്മുടെ വഷളത്വം കൊണ്ട്, നമ്മൾ നടക്കുന്ന രീതി കണ്ടിട്ട് പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിക്കുന്നതിന്റെ അപ്പനെ പറയിപ്പിക്കരുത്. യോസേഫിന്റെ മക്കൾ വന്നിട്ട് പറയും, ഞങ്ങൾ യോസേഫിന്റെ മക്കളാ. യോശുവ ചോദിക്കുക, നിനക്ക് നിന്റെ അപ്പനെ അറിയാമോ? നീ പറഞ്ഞു നിനക്ക് തികഞ്ഞില്ല എന്ന്. ഇത്രയും പോരാ എനിക്ക്, ഇത് മാത്രം പറ്റത്തില്ല എനിക്ക് ഈ സ്ഥലം പോരാ, എനിക്ക് ഇനിയും വേണമെന്ന് നീ ആക്രാന്തം പിടിച്ച്, നീ പിറുപിറുത്ത്, നീ കുറ്റം പറഞ്ഞില്ലേ? നിനക്ക് നിന്റെ അപ്പനെ അറിയാമോ? അവൻ ഒരിക്കലും എന്തിനാ ദൈവമേ എന്ന് ചോദിച്ചില്ല. പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോഴും പോത്തിഫോറിന്റെ വീട്ടിലും മിസ്രൈമിലെ അടിമത്വത്തിലും ഒരിക്കൽ പോലും യോസേഫ് വൈ ലോർഡ് എന്ന് ചോദിച്ചില്ല. പകരം പറഞ്ഞു, ദൈവത്തിനൊരു തക്ക സമയമുണ്ട്. Praise the Lord. ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് വായിച്ച 14-ാമത്തെ വാക്യം. വേഗത്തിൽ ഞാൻ പോട്ടെ. ഈ യോശുവയോട് ഇവർ പറഞ്ഞ കംപ്ലൈന്റ് എന്തുവാ? നീ ഞങ്ങൾക്കൊരു നറുക്കും ഒരു ഓഹരിയും. നിങ്ങളെ വീട്ടിൽ പോയിട്ട് ഇപ്പം വായിക്കരുത്, വീട്ടിൽ പോയിട്ട് അതിന്റെ 16ഉം 17ഉം അധ്യായം വായിക്കണം. ഇപ്പം വായിക്കും, ഇപ്പം ശ്രദ്ധിച്ചോ. ഈ ഒരു നറുക്കും ഓഹരി നീ ഞങ്ങൾക്ക് തന്നത് എന്ത്? ഇനി ശ്രദ്ധിച്ചോ. യാക്കോബിന് എത്ര മക്കളാ? 12. ഉറക്കപ്പുറ 12. കുഞ്ഞുങ്ങൾ പറയണം, 12 മക്കള്. പ്രൈസ് ദി ലോർഡ്. ഈ 12 പേർക്കും യാക്കോബ് എന്ത് ചെയ്തു? അവകാശം കൊടുത്തു. എത്ര മക്കൾക്ക് കൊടുത്തു? 12 പേർക്ക് കൊടുത്തു. അതിന് ഒരാൾക്ക് അവകാശം കിട്ടിയില്ല. ആർക്കാ? ലേവി ഗോത്രത്തിന്. കാരണം ലേവി ഗോത്രത്തിന്റെ അവകാശം ദൈവമാണെന്ന് ദൈവം ഓൾറെഡി പറഞ്ഞത് കൊണ്ട് ലേവി ഗോത്രത്തിന് അവകാശം ഇല്ല. അപ്പൊ ബാക്കി എത്ര മക്കളുണ്ട്? 11 മക്കള് അല്ലെ? 12 പേരിൽ 11 അവകാശം കൊടുത്താൽ മതി. പക്ഷെ കൊടുത്തത് 12 അവകാശമാണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോ. യോസഫ് അപ്പന്റെ വീട്ടിൽ നിന്ന് സഹോദരന്മാർക്ക് ആഹാരവും കൊണ്ട് ഇറങ്ങിയപ്പോ പ്രൈസ് ദി ലോർഡ് അവനെ സഹോദരന്മാർ പിടിച്ച് സ്തോത്രം അവനൊരു പൊട്ടക്കിണറ്റിലിട്ടു.
അവൻ മരിച്ചു പോകട്ടെ എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച് കളയാൻ ശ്രമിക്കുമ്പോൾ അവിടെ കൂടെ വരുന്ന മിഥ്യാന്യ കച്ചവടക്കാർക്ക് ഇവനെ വലിച്ചു പൊക്കിയെടുത്തേച്ച് അവനെ മറിച്ചു വിറ്റിട്ട് അവരായിന്ന് പൈസ മേടിച്ചു. പ്രൈസ് ലോർഡ്. ഇവനെയും കൊണ്ടുപോയ പ്രൈസ് ലോർഡ് യോസഫ് കൊണ്ടുപോയിട്ട് പോത്തിഫോറിന് കൊടുത്തു. പോത്തിഫോറിന്റെ വീട്ടിൽ ചെയ്യാത്ത കുറ്റത്തിന് അവനെ പിടിച്ച് തുറങ്കൽ കടച്ചു. അവിടെ കിടക്കിയ വർഷങ്ങളോളം ഈ കടന്നതിനെല്ലാം പരിഹാരമായി സ്വർഗത്തിലെ തമ്പുരാൻ പ്രൈസ് ലോർഡ് അവനെ അവരോധിച്ചിട്ട് ഫറവോന്റെ അടുത്ത സ്ഥാനം നൽകി ദൈവം അവനെ ഈജിപ്തിൽ മാനിച്ചു. തീർന്നില്ല. പ്രൈസ് ലോർഡ്. മോശയുടെ കാലത്തും യോശുവയുടെ കാലത്തും ദേശം വിഭാഗിക്കുന്ന സമയത്ത് ഓരോരുത്തർക്കുള്ള അവകാശം കൊടുക്കുകയാണ്. പ്രൈസ് ലോർഡ്. മൂത്ത മകനായ രൂബേന് കിട്ടേണ്ട അവകാശം രൂബേൻ പാപം ചെയ്തപ്പോ, ശ്രദ്ധിച്ചോളണം, രൂബേൻ പാപം ചെയ്തിട്ട് പ്രൈസ് ലോർഡ് അപ്പന് വിഹിതമല്ലാത്തത് ദൈവത്തിന് വിരോധമായ ചിലത് ചെയ്തു കഴിഞ്ഞപ്പോ രൂബേന് പോകേണ്ട 2 അവകാശം എടുത്തിട്ട് യോസേഫിന് അങ്ങ് കൊടുത്തു. യോസേഫ് എത്രാമത്തവനാ? 11ാമത്തവനാ. 11ാമനായ യോസേഫിന് രൂപേന് കിട്ടേണ്ട 2 അവകാശം ഇരട്ടിപ്പങ്ക് ആർക്കാ കിട്ടിയ? യോസേഫിന് കിട്ടി. എന്താണെന്നറിയാമോ? ഒരിക്കൽ പോലും ദൈവത്തോട് ചോദിക്കാതെ, ഒരിക്കൽ പോലും മനുഷ്യരോട് മുഖം കൊടുക്കാതെ, ഒരിക്കൽ പോലും ദൈവത്തോട് എന്തിനാ കർത്താവ് എന്ന് പറഞ്ഞ് പിറുപിറുക്കാൻ നിൽക്കാതെ പകരം ദൈവത്തിന് പോയിരുന്നു. കർത്താവേ, എനിക്ക് തന്ന നന്മകൾക്ക് നന്ദി എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോ തമ്പുരാൻ പ്രൈസ് ലോർഡ് സഹോദരന്മാർ തള്ളിക്കളഞ്ഞതിന് വലിച്ചു പൊക്കിയെടുത്തിട്ട് ദേശം വിഭാഗിച്ചപ്പോ ഏറ്റവും മേത്തരമായത് യോസേഫിന്റെ തലമുറയ്ക്ക് ദൈവം കൊടുത്തു. നിങ്ങൾ ചോദിക്കും, ഞാൻ ഈ പാട്ടും പാടി പ്രാർത്ഥിച്ചു, പ്രൈസ് ലോർഡ് ആരാധനയ്ക്കും പോയി, കുഞ്ഞുങ്ങളിപ്പോൾ പറയും എൻ്റെ പിള്ളേരൊക്കെ പ്രൈസ് ഫ്രണ്ട്സൊക്കെ സൺഡേ പ്രൈസ് ലോർഡ് പലയിടത്തും പോകുന്നുണ്ട്, പബ്ബിൽ പോകുന്നുണ്ട്, പ്രൈസ് ലോർഡ് പാർക്കിൽ പോകുന്നുണ്ട്, അവർ സന്തോഷിച്ച് നന്നായിട്ടൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഈ പാട്ടും പാടി പ്രൈസ് ലോർഡ് ഇങ്ങനെ ഒരു പെന്തക്കോസുകാരനായി നടക്കുന്നതോട് എനിക്കെന്താ പ്രയോജനം? നിങ്ങളുടെ ഇന്നത്തെ ചോദ്യത്തിന് തമ്പുരാൻ വീതം വെക്കുന്ന ഒരു സമയം വരുമ്പോൾ തമ്പുരാൻ നിങ്ങളെ മാനിച്ച് അനുഗ്രഹിക്കും. പ്രൈസ് ലോർഡ്. ഇന്ന് നിങ്ങൾ പറയും, ഓ ഇതത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ലെന്നേ. ഒരു 13കാരനെ പിടിച്ചോണ്ട് ജയിലിൽ കൊണ്ടിടുമ്പോഴേ അത് വലിയ സുഖമുള്ള പരിപാടിയൊന്നും അല്ല. എന്നാൽ അവൻ അവിടെ കിടന്നു മിണ്ടാതെ ഒരു ദിവസം വന്നു, ആരും അറിഞ്ഞില്ല. ഈ തടവറയിൽ കിടക്കുന്ന തിഹാർ ജയിലിൽ കിടക്കുന്ന ഒരുത്തൻ കയറി ഇന്ത്യ ഭരിക്കുമെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. പൂജപ്പുറയിൽ കിടക്കുന്ന ഒരുത്തൻ കയറി ഇന്ത്യയിലെ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എന്നാൽ നടന്നു. എവിടാ? അങ്ങ് മിസ്രൈമിൽ. ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട് കൊടുത്താൽ പ്രൈസ് ലോർഡ് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിപ്പാൻ തയ്യാറായാൽ തമ്പുരാൻ അത് ചെയ്യും. യാക്കോബ് ദേശം പ്രൈസ് ലോർഡ് മക്കളെ അനുഗ്രഹിക്കുമ്പോൾ സ്തോത്രം യോസേഫ് ഇല്ലാത്തത് കൊണ്ട് പകരം പ്രൈസ് യോസേഫിന് പകരം യോസേഫിന്റെ 2 മക്കളുണ്ട്. ആരൊക്കെയാ? മനശ്ശെയും എഫ്രൈമും. നിങ്ങൾ പറയണം, യോസേഫിന്റെ മക്കളാരാ? മനശ്ശെയും എഫ്രൈം. അവർ 2പേരെയും വിളിച്ചിരുത്തിയിട്ട് അവരോട് പറയുക, പ്രൈസ് ലോർഡ് നിങ്ങളാണ് എൻ്റെ ആദിജാതൻ. കേട്ടല്ലോ, നിങ്ങളാണ് എൻ്റെ ആദ്യജാതൻ. അതുകൊണ്ട് യോസേഫിന് 1 ഗോത്രമല്ല 2 ഗോത്രമാക്കി മാറ്റിക്കൊണ്ട് പ്രൈസ് ലോർഡ് മനശ്ശെയ്ക്കും അവകാശം കൊടുത്തു, എഫ്രൈമിനും അവകാശം കൊടുത്തു. അപ്പം ദൈവം കൊടുത്തത് നുറുക്കും മോഹരിയുമാണോ അതോ 2 അവകാശമാണോ? പ്രൈസ് ലോർഡ്. മറ്റുള്ള ഗോത്രങ്ങൾക്ക് 1 അവകാശം കൊടുത്തപ്പോ യോസേഫിന് കിട്ടിയത് 2 അവകാശമാ. ഈ 2 അവകാശം വാങ്ങിച്ചിട്ട് ദൈവത്തോട് കണക്ക് ചോദിക്കുക, ഞങ്ങൾക്ക് കിട്ടിയത് കുറഞ്ഞു പോയി. നിനക്ക് തന്ന അല്പത്തിൽ നീ വിശ്വസ്തനായാൽ ദൈവം നിന്നെ അധികത്തിൽ വിചാരകനാക്കും. Praise the Lord. ദൈവം തന്ന if you are faithful in the little things God has given to you, praise the Lord, ദൈവം നിന്നെ വലിയ കാര്യങ്ങളെ വിചാരകനാക്കി മാറ്റും. Praise the Lord. എനിക്ക് വലിയൊരു പട്ടണം തന്നാൽ ഞാൻ വലുത് ചെയ്തേനെ, എനിക്ക് വലിയ പദവി തന്നിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്തേനെ, എനിക്ക് ഒത്തിരി പൈസ തന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേനെ. ഒന്നും വേണ്ട കുഞ്ഞേ, നിന്റെ കയ്യിൽ തന്നതിൽ നീ വിശ്വസ്തയായിരുന്നാൽ ദൈവം നിന്നെ മാനിക്കും. Whatever you have received, പിറുപിറുക്കാതെ നിങ്ങൾക്ക് തന്നത്, നിങ്ങൾ പാർക്കുന്ന വീട്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമ്പത്ത്, തന്നിരിക്കുന്ന വാഹനം, തന്നിരിക്കുന്ന നന്മകൾ കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് പിറുപിറുക്കാതെ തന്നതിനായി കർത്താവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. Thank you Lord for whatever you have given to me. എനിക്ക് തന്നതിന് നന്ദി കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ഇതും ഇല്ലാത്ത എത്രയോ എനിക്ക് ചുറ്റുമുണ്ട്. അവരുടെ നടുവിൽ അവിടെ തന്നെ മാനിച്ചതിനായി നന്ദി കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ തയ്യാറായ തമ്പുരാൻ നീ മാറി പ്രൈസ് ദി ലോർഡ് ചിന്തിക്കാത്ത മേഖലകളിലൂടെ ദൈവം നിന്നെ നടത്താനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്.
ഇവർ കള്ളം പറഞ്ഞതല്ലേ? അപ്പ ഒരു നുറുക്കും ഓഹരി കിട്ടിയത് എത്രയാ? 2 അവകാശം. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പേര് അങ്ങനെ ദൈവത്തിൽ നിന്നൊക്കെ മേടിച്ച് വെച്ചോണ്ടിരിക്കുക, എന്നിട്ട് കംപ്ലൈന്റ് പറയുക, ഓ ഞങ്ങൾക്ക് എന്താ ഇരിക്കുന്നേ, ഞങ്ങളിൽ അങ്ങനെ ഒന്നും ഇരിപ്പില്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്കൊന്നും തികയുന്നില്ല, എങ്ങനെയൊക്കെ തള്ളി ഉന്തിയൊക്കെ അങ്ങ് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് കൊടുത്തതാ. പ്രൈസ് ദി ലോർഡ്. വാരിക്കോരി കൊടുത്തു, നന്നായിട്ട് അനുഗ്രഹിച്ചു, സമൃദ്ധിയായി നടത്തി. എന്നിട്ടും ദൈവത്തോട് നോക്കി പരമേശ്വരനോട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, പിറുപിറുക്കുക, കിട്ടിയത് തികഞ്ഞില്ല എന്ന്. മനുഷ്യരോട് ഒരിക്കലും കംപ്ലൈന്റ് പറയാൻ നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പേര് പറയാറുണ്ട്, ഓ അവരെന്നെ കാര്യം ചെയ്യുന്നില്ല, അവരെന്നെ പരിഗണിക്കുന്നില്ല, അവരെനിക്ക് പ്രൊമോഷൻ തരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവരെനിക്ക് സ്തോത്രം. ഇങ്ങനെ നമ്മൾ മനുഷ്യരെ നോക്കി ഒരിക്കലും പരാതി പറയരുത്. കാരണം നമ്മുടെ വിഷയം പരിഹരിക്കേണ്ടവൻ അത് ഉയരത്തിലുള്ളവനാ. മനുഷ്യർക്ക് നമ്മുടെ മേലെ തീർപ്പ് കൽപ്പിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ നിന്നെ തള്ളിക്കളഞ്ഞെങ്കിൽ, മനുഷ്യർ നിന്നെ വേണ്ട എന്ന് വെച്ചെങ്കിൽ, മനുഷ്യർ നിന്നെ പ്രൈസ് ദി ലോർഡ് നീക്കിക്കളഞ്ഞെങ്കിൽ, അവരെ നോക്കി വെച്ച് പറയണം, എന്റെ ദൈവത്തിന് പ്രിയപ്പെട്ടതാ ഞാൻ, കർത്താവ് തക്ക സമയത്ത് എനിക്ക് വേണ്ട നീക്കുപോക്ക് വരുത്തും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അടുത്ത വാക്യം ഒന്ന് വായിച്ചു, 15-ാമത്തെ വാക്യം. നിങ്ങൾ വലിയൊരു ജനമെങ്കിൽ, എഫ്രയീം പറഞ്ഞത് നിങ്ങൾക്ക് വിസ്താരം പോരാത്തതാകൊണ്ട് കാട്ടുപ്രദേശത്ത് ചെന്ന് പെരിസ്യരുടെയും മല്ലന്മാരുടെയും ദേശത്ത് കാട് വെട്ടി സ്ഥലം എടുത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കാട് വെട്ടി എടുത്തോളാം. ഈ യോസഫിന്റെ മക്കള് 2 ഗോത്രത്തിന്റെയും പ്രശ്നം എന്നറിയാമോ? എഫ്രയീമിനും മനശ്ശെക്കുമുള്ള പ്രശ്നം, ഇവർക്ക് കിട്ടിയതിനെ ഇവരെന്ത് ചെയ്തിട്ടില്ല, ഉപയോഗിച്ചില്ല. 2 ഗോത്രത്തിനും 2 അവകാശം കൊടുത്തു. ഈ അവകാശത്തിനിടയിൽ മലനാടുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവർക്ക് കിട്ടിയ ദേശം നിങ്ങൾ ഓർത്തോളണം, ഇവർക്ക് കിട്ടിയ ദേശം എഫ്രയീം നാടാണ്. എഫ്രയീം പർവ്വതവും ചുറ്റുപാടുകൾ എന്ന് പറയുന്നത് നല്ല പ്രൈസ് ദി ലോർഡ് കൃഷിഭൂമിയാണ്, ഫലഭൂയിഷ്ടമുള്ള സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എല്ലാം കൊണ്ടും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നല്ല കനാനിന്റെ പ്രൈസ് ദി ലോർഡ്, കനാനിന്റെ സെന്റർ ഭാഗമാണ് എഫ്രയീം. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് ഇവർക്ക് അവകാശമായിട്ട് കിട്ടിയത്. പക്ഷെ എന്താ പ്രശ്നം അറിയാമോ? ഇതിനകത്ത് മലനാടുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ മലനാടുകളില് മല്ലന്മാർ പാർക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കനാന്യ ഇരുമ്പ് രഥങ്ങളുള്ള കനാന്യർ അവിടെ പാർക്കുന്നുണ്ട്. ഇവർ അവിടെ പോയി ശത്രുവിനെ തോൽപ്പിച്ചേച്ച് അവകാശം പിടിച്ചെടുക്കാൻ കഴിയാതെ വന്നിരുന്ന് ദൈവത്തോട് കംപ്ലൈന്റ് പറയുക. മനസ്സിലായില്ലല്ലേ? നിങ്ങളെ നട്ടെടുത്ത്, നിങ്ങൾക്ക് തന്നെടുത്ത്, നിങ്ങൾക്ക് അധ്വാനിക്കാൻ മനസ്സില്ലാതെ പ്രൈസ് ദി ലോർഡ് ദൈവത്തെയും കുറ്റം പറഞ്ഞ് മറ്റുള്ളവരെയും കുറ്റം പറഞ്ഞ് സമയം കളയാൻ നിൽക്കാതെ പ്രൈസ് ദി ലോർഡ് ദൈവം ഏൽപ്പിച്ചതിന് പ്രൈസ് ദി ലോർഡ് പറയുക. അവിടെ മല്ലന്മാരാണേലും അത് കാടാണേലും അത് വെട്ടി തെളിച്ചെടുത്തിട്ട് ശത്രുവിൽ നിന്ന് പിടിച്ചു മേടിക്കേണ്ടത് ഒരു ആത്മീയന്റെ ജോലിയാ. ഓ ശത്രു അവിടെ പിടിച്ചു വെച്ച് എന്നെ അങ്ങോട്ട് വിടുന്നില്ല, എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല, എനിക്ക് മുന്നോട്ട് ഒരു പ്രൈസ് ദി ലോർഡ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എന്നെ അനുവദിക്കുന്നില്ല, എന്നെ ഞെരുക്കി വെച്ചിരിക്കുക, എന്നെ കെട്ടിപ്പൊതിഞ്ഞു വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്റെ കുഞ്ഞുങ്ങൾ നന്നാവുന്നില്ല, എന്റെ കുടുംബം നന്നാവുന്നില്ല, ഞങ്ങൾ ഒരു ഗതിയും പിടിക്കുന്നില്ല. കുഞ്ഞെ നീ ആത്മീയനാ, നീ പ്രൈസ് ദി ലോർഡ് അഭിഷേകമുള്ള കുഞ്ഞുങ്ങളാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. വിശ്വാസത്തോടെ ശത്രു അവകാശം പറഞ്ഞതിനെ ദൈവമക്കൾ പിടിച്ചെടുക്കണം. യോശുവ പറയുക, എനിക്കും അറിയാം അവിടെ മല്ലന്മാരുണ്ടെന്നും ഇരുമ്പ് രഥങ്ങളുള്ള കനാന്യര് പാർക്കുന്ന മലനിരകളാ. ഇവിടെ പ്രശ്നം എന്തെന്നറിയാമോ? ഞങ്ങൾക്ക് പണിയെടുക്കാൻ വയ്യ, പക്ഷെ നന്മ വേണം. ഞങ്ങൾക്ക് പണിയെടുക്കാൻ വയ്യ. പ്രൈസ് ദി ലോർഡ്. പണ്ടൊരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരിയെ പ്രാർത്ഥിക്കാൻ വേണ്ടി അവരെ അമ്മ എൻ്റെ അടുക്ക കൊണ്ടുവന്നു. അന്ന് എനിക്ക് വേണം ആ കൊച്ച് അവള് ഒരു 10, 25, 26 വയസ്സ് വരുമെന്നായിരിക്കും. അപ്പോൾ ഇവർക്ക് കല്യാണം നടത്തണം. അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. കാരണം അപ്പനില്ല, അമ്മ വയസ്സായില്ല, അവർക്കൊരു അസുഖമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അസുഖമൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ പറഞ്ഞു മോളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കണം. അപ്പം ഇവക്ക് ഇവിടെ കല്യാണം നടക്കണം, പക്ഷേ ഇവള് ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. ഞാൻ പറഞ്ഞു നല്ല തീരുമാനമാണ്, അപ്പോൾ കൊച്ചു ജോലി ചെയ്യണമെന്നുള്ളത് നല്ല തീരുമാനമാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്തായാലും ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നല്ലതാ അമ്മേ, അപ്പോൾ ഒരു കാര്യം ചെയ്യും, അവൾ ജോലി കാര്യങ്ങളൊക്കെ ക്രമീകരിക്കും, പെട്ടെന്ന് വേഗത്തിൽ ചെയ്യും. അതേ പണ്ടങ്ങാണ്ട ഒരു കൈനോട്ടക്കാരൻ വന്ന് ഈ പെങ്കൊച്ചിനോട് പറഞ്ഞു വന്ന് ഇവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന്.
മനസ്സിലായോ? ഇവക്ക് ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, പറഞ്ഞോ? അങ്ങനെ പറഞ്ഞോ? ആ പറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് ജോലി കിട്ടുമോ? ആ കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് കിട്ടും, അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുമോ ജോലി കിട്ടാൻ വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം അവരുടെ വിശ്വാസം, അവർ നീ അതിൻ്റെ പേരിൽ ഇരിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാതെ കൈനോട്ടക്കാരൻ പറഞ്ഞത് കേട്ടോണ്ടിരിക്കുവാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ശരി അപ്പം എവിടെ അപ്ലൈ ചെയ്തേ? അപ്പം എന്നോട് അമ്മ പറയും, അതാ മാസ്റ്ററെ പ്രശ്നം, ഒരിടവും ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല, ഒരു ടെസ്റ്റും എഴുതിയിട്ടില്ല, ഒരിടത്തും ജോലിക്കും അപ്ലൈ ചെയ്തിട്ടില്ല, ഒരിടത്തും ആപ്ലിക്കേഷനും കൊടുത്തിട്ടില്ല, ആരോടും പറഞ്ഞിട്ടുമില്ല. ഇവിടെ ഒരാൾ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാര്യം ലോകത്താർക്കും അറിയത്തില്ല, ആ അമ്മയ്ക്കും മൂക്കും അല്ലാതെ. ഇനി എവിടെ നിന്ന് ഗവൺമെൻറ് ജോലി കിട്ടുന്നേ? മനസ്സിലായോ? എനിക്ക് കിട്ടണം, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ വയ്യ. സ്തോത്രം, എനിക്ക് കിട്ടണം. പ്രൈസ് ലോർഡ്. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അവകാശത്തിന് അത് പ്രാർത്ഥിച്ച്, അത് ഉപവസിച്ച്, അതിന്റെ മേൽ അവകാശം പറഞ്ഞു മേടിക്കാൻ കഴിയാതെ പിന്നെയും പിറുപിറുക്കാൻ നിൽക്കാതെ ദൈവത്തോട് പറ, കർത്താവേ ഞങ്ങൾക്ക് തന്നെടുത്ത് ഞങ്ങളെ വളരുമാറാക്കണമേ, ഞങ്ങൾക്ക് തന്നെടുത്ത് ഞങ്ങളെ വർദ്ധിപ്പിക്കണമേ, ഞങ്ങളെ നട്ടെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, എന്റെ ജോലിയിൽ എന്നെ അനുഗ്രഹിക്കണമേ, എന്റെ കുടുംബത്തെ നീ മാനിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. കംപ്ലൈന്റ് പറയാൻ എളുപ്പമാണ്. ഒരു ഭാഗം കൂടെ പറഞ്ഞ് വേഗത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന്റെ 16ഉം 17ഉം വാക്യം ഒന്ന് വായിച്ചേ. 17ാമത്തെ വാക്യം ഒന്ന് വായിച്ചാ. നിങ്ങൾ വലിയൊരു ജനം തന്നെ, മഹാശക്തിയുമുണ്ട്. നിങ്ങൾക്ക് ഓരോഹരി മാത്രമല്ല വരേണ്ടത്, മലനാട് നിനക്കുള്ളതായിരിക്കണം. പ്രൈസ് ലോർഡ്. അത് കാടാണേലും അത് വെട്ടിത്തെളിക്കണം. 16ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ച് അതിന്റെ മുകളിലുള്ള. ഇങ്ങനെ താഴ്വീതി പ്രദേശത്ത് പാർക്കുന്ന കനാന്യർക്കൊക്കെയും കണ്ടോ ഇരുമ്പ് രഥങ്ങളുണ്ട് എന്ന് ആര് പറഞ്ഞു? യോസെഫിന്റെ മക്കള് പറയുക. പ്രൈസ് ദി ലോർഡ്. ഇരുമ്പ് രഥമുള്ള കനാന്യരെ കണ്ടപ്പം യോസെഫിന്റെ മക്കളുടെ മുട്ടുകാല് വിറച്ചു. നിങ്ങൾക്ക് തമാശ മനസ്സിലായില്ല? മിസ്രൈമിലെ ലോകം മുഴുവൻ ഒരു ക്ഷാമം വരാൻ പോണെന്ന് പറഞ്ഞപ്പോ കുണ്ടറെ കടന്ന യോസേഫ് പറയുക, പ്രൈസ് ലോർഡ്, ക്ഷാമത്തെ അതിജീവിപ്പാനുള്ള പദ്ധതി തമ്പുരാൻ എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഒരു ക്ഷാമത്തെ പിടിച്ചു നിർത്താൻ ഒരു പ്രാർത്ഥനക്കാരനിലൂടെ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ പിൻതലമുറ പറയുക, ദേ ഈ മലയോരത്ത് പാർക്കുന്ന കനാന്യരുടെ കയ്യിരിക്കുന്ന ഇരുമ്പ് രഥത്തെ ഞങ്ങൾക്ക് പേടിയാ. പ്രാർത്ഥിച്ച വല്യപ്പച്ചന് ഒരു പേടിയില്ലായിരുന്നു. സർവ സൈന്യാഹമുള്ള സർവ നന്മകളുമുള്ള പിൻതലമുറയ്ക്ക് ഇപ്പൊ പേടിയാ. മനസ്സിലായോ? തിമത്യോസിന്റെ ലേഖനത്തിലെ പൗലോസ് തിമത്യോസിനോട് വിളിച്ചിട്ട് ആ വാക്യം ഒന്ന് എടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ തിമത്യോസിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. 2 തിമത്തി 1:5 അത് തന്നെ വായിച്ചേ. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മോനെ, നിന്റെ വീട്ടിൽ നിന്റെ അപ്പന് നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ഉള്ളത് എനിക്കറിയാം. അപ്പം നിന്റെ കയ്യിലും ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മോനെ, നിങ്ങൾക്ക് നല്ലൊരു BMW കാറുണ്ട്, എനിക്കറിയാം. നിങ്ങളുടെ വല്യപ്പച്ചനൊക്കെ ഉണ്ടായിരുന്നു, അപ്പം മോൻ്റെ കയ്യിലും ഉണ്ടായിരിക്കും എന്നാണോ പൗലോസ് പറഞ്ഞത്? എടാ, നിന്റെ വല്യമ്മച്ചിയുടെയും നിന്റെ അമ്മയിലൂടെയും പകരപ്പെട്ട ഒരു വിശ്വാസത്തിന്റെ തീ അത് നിന്നിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിന്റെ അമ്മ പ്രാർത്ഥനക്ക ഇന്നത്തെ ഭയങ്കര പെന്തക്കോസിനകത്തായാലും വിശ്വാസകോളത്തിലും മൊത്തത്തിൽ കേൾക്കും. എൻ്റെ വല്യമ്മച്ചി ഭയങ്കര പ്രാർത്ഥനയാ, എൻ്റെ വല്യപ്പച്ചൻ ഭയങ്കര പ്രാർത്ഥനയാ, പ്രൈസ് ദി ലോർഡ്, ഞങ്ങളുടെ അപ്പം ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. കുഞ്ഞ്, നിനക്ക് പ്രാർത്ഥനയൊന്നും വേണ്ടേ? അവര് മുഴങ്കാലിൽ ഇരുന്നത് കൊണ്ടാ നീ ഇവിടെ നിൽക്കുന്നേ. നീ മുഴങ്കാലിൽ ഇരുന്നില്ലെങ്കിലേ നിന്റെ തലമുറ എന്തായി തീരുമെന്ന് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത കഴിഞ്ഞ ഒരു 10, 30, 40 വർഷത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ
എനിക്ക് തോന്നുന്നു കേരളക്കരയിലും ഇന്ത്യയിലും ദൈവം ഏറ്റവും അനുഗ്രഹിച്ചത് പെന്തക്കോസുകാരെയാണ്. നമ്മൾ കേട്ട കഥകളൊക്കെ പ്രൈസ് കഴിക്കാൻ ആഹാരമില്ലാതെ കഞ്ഞിയും കുടിച്ചും പട്ടിണിയും കിടന്ന പഴയ പ്രാർത്ഥനക്കാരുടെ കഥകളാണ്. ഇന്ന് മക്കളൊക്കെ ഇരിക്കുന്നത് UK-ലും US-ലും ഒക്കെ. ഭയത്തോടെ ദൈവത്തെ സേവിക്കണം, വിറയലോടെ അവനെ ഘോഷിച്ചുല്ലസിക്കണം. നിങ്ങൾ എന്നോട് പറ്റി നിൽപ്പിൻ, ഞാൻ നിങ്ങളെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. യോശുവ പറയുക, ഞാൻ ആ ഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. യോശുവ പറയുക, എനിക്കും അറിയാം മോനെ, അവിടെ കാടാണ്, അവിടെ കനാന്യരുണ്ട്, അവരുടെ കയ്യിൽ ഇരുമ്പ് രഥങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പേടിയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം ചെയ്യ്, നീ അവരെ ഓടിച്ചു കളാ, അവരോട് യുദ്ധം ചെയ്. കാര്യം എന്തുവാ? നീ വിളിക്കപ്പെട്ടവനാ. കനാന്യനെ കണ്ടോ? കനാന്യന്റെ കയ്യിരിക്കുന്ന ഇരുമ്പ് രഥത്തെ കണ്ടോ? ഞാനിനി ജോലിക്ക് പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവരെന്നെ വഴക്ക് പറഞ്ഞു, ഞാനിനി കോളേജിൽ പോകത്തില്ല. അവർ എന്നെ ഒറ്റപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഞാനിനി അവരോട് മിണ്ടത്തില്ല, കാരണം അവരെന്നെ പ്രൈസ് ദി ലോർഡ് പ്രയാസമുണ്ടാക്കി എന്ന് പറഞ്ഞ് കുറ്റം പറയാതെ പറയുക. പ്രൈസ് ദി ലോർഡ്. എനിക്കെതിരെ വരുന്ന ഒരായുധവും പരിക്കയില്ല. കനാന്യന്റെ ഇരുമ്പ് രഥം കണ്ട് ഓടേണ്ടവനല്ല ആത്മീയൻ. യോശുവ പറഞ്ഞു കൊടുക്കുക, നിന്റെ വലിയപ്പച്ചൻ കുണ്ടറയിലിരുന്ന് മുട്ടരിരുന്ന് പ്രാർത്ഥിച്ചവനാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കനാന്യന്റെ ഒരു ഇരുമ്പ് രഥം കണ്ടപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഓടുക. എന്നിട്ട് പറയുക, ഞങ്ങൾക്ക് പൈസ ഇല്ല. ഇവന്റെ പൈസയാ മലപ്പുറത്തിരിക്കുന്നത്. അവിടെ പോയി അതൊന്ന് ലെവലാക്കി എടുക്ക്. നിന്റെ പൈസ നിന്റെ കയ്യിലുണ്ട്, അത് ശത്രു അപകരിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് അതിനെ നീ പിടിച്ചു മേടിക്കുന്ന യോശുവ പറഞ്ഞു കൊടുക്കുന്നത്. ശത്രു ദൃഷ്ടി വെച്ച നിന്റെ മേഖലകളിലെ ശത്രുവിനോട് പോരടിച്ച് ശത്രുവിൽ നിന്ന് അത് പിടിച്ചെടുക്കുന്നത് ആത്മീയന്റെ കടമ. ഒരു ഭാഗം കൂടെ ഒന്ന് വേഗത്തിൽ വായിച്ചു പ്രാർത്ഥിക്കാം. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ സ്തോത്രം, നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ള കാലേബിനെ കുറിച്ച് ഒരു വാക്കിലൊന്ന് ചിന്തിച്ച് നിർത്താം. ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. ഇവിടെ പോ എന്ത് പറഞ്ഞാലും അയ്യോ പേടിയാ. 85 വയസ്സുള്ള കാലേബ് പറയും, എനിക്ക് പേടിയില്ല. ആ ഹെബ്രോൻ അതെനിക്ക് തന്നെത്താ. അവിടെ അനാക്യ മല്ലന്മാരുണ്ട്. നിങ്ങൾ അനാക്യ മല്ലന്മാരെ കുറിച്ചൊക്കെ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 10, 11, 12 അടി നീളമുണ്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ. ഇവിടെ 6 അടി കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുന്നത്, ഞാനും ഇങ്ങനെ നോക്കുന്നത്. അപ്പൊ 12, 11, 12 അടി എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുമെന്ന് എനിക്കും മനസ്സിലാകുന്നില്ല. അത്രയും നീളമുള്ള ആജാനുബാഹുക്കളായ വലിയ മല്ലന്മാർ പാർക്കുന്ന പ്രൈസ് ദി ലോർഡ് ആ ഹെബ്രോനിനെ ചോദിച്ചിട്ട് പറയുക, അവിടെ അനാക്യ മല്ലന്മാരുണ്ടെന്നും അവർ യുദ്ധം ചെയ്താൽ ജയിക്കാൻ പറ്റത്തില്ല എന്നും എനിക്കറിയാം. എനിക്കിപ്പോ 85 വയസ്സായി. പണ്ട് പ്രാർത്ഥിച്ച് മുട്ടേരിരുന്ന് പ്രാർത്ഥിച്ചതിന്റെ ശീലം ഇന്നും ഉള്ളത് കൊണ്ട് ഏത് അനാക്യം വന്നാലും എനിക്ക് ഭയമില്ല. കാരണം യഹോവ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ശത്രുവിനെ ഞാൻ ഓടിച്ചിട്ട് എന്റെ അവകാശം ഞാൻ പിടിച്ചടക്കും.